ವಿತೌಟ್ ಶುಗರ್ ಯಾರ ವಿತೌಟ್ ಶುಗರ್ ವಿತೌಟ್ ಈಗ ಕೊಡ್ತಾ ಮನೆ ಮದಿ അങ്ങനവാ അല്ലേ വൈദ്യുതി പോകാൻ പറ്റില്ല അങ്ങനെ വിതൗട്ട് ಹುಡುಗಿದ ತಂಗಿ ಇವರು ಚಿಕ್ಕಮ್ಮ ದೊಡ್ಡಮ್ಮ ಹುಡುಗಿ ಫ್ರೆಂಡ್ ಅವರೇ ಗೊತ್ತಾಗಿಲ್ಲ ಆ ಕಡೆ ಇರೋರು ಬನ್ನಿ ಬನ್ನಿ ನಿಮ್ಮ ಈ ಕಡೆ ಬಂದ್ರೆ ಗೊತ್ತಾಗ್ತದಲ್ಲ ಸ್ವಲ್ಪ ಒಳಗೆ ಸ್ವಲ್ಪ ಹೊರಗಡೆಗೆ ಬಂದ್ರೆ ತಂಗಿ ಚಿಕ್ಕಮ್ಮ ಅವ್ರು ಗೊತ್ತಾಗಿಲ್ಲ ಯಾರು ಅಂತ ನೀವೇ ನಾನು ಯಾರು ಎಕ್ಸ್ಪ್ಲೇನ್ ಮಾಡಿಲ್ಲ ನಿಮಗೆ ಇಲ್ಲಿ ಯಾರಿದ್ದೀರಿ ಬನ್ನಿ ഒരു നേരം കുടിച്ചോ നീ അല്ലേ എനിക്കിപ്പോ മധുരം തന്നത് ತಗೊಳ್ಳಿ ತಿನ್ನಕ್ಕೆ ನಾವೆಲ್ಲ ತಿಂದು ಗೊತ್ತಿರೋದು ಇಂತ ಮುಂದೆ ನೋಡ್ಬೇಡಿ ಅಲ್ಲ ഇവര് പൂർണിമ എന്ന് പറഞ്ഞിട്ട് ആ കൊച്ച് അവനെ വളർത്തിയ അമ്മയാണ്. ഇവര് ഇങ്ങനെ നോർത്തിലൊക്കെ ഡ്യൂട്ടി ചെയ്യുമ്പോൾ പേരൻസ് എല്ലാം അവിടെ ഉള്ളപ്പോൾ ഈ ചെറുക്കനെ ചെറുതായിരുന്നു അവരാണ് വളർത്തിയെടുത്തത്. ഹയർ സ്റ്റഡീസ് എല്ലാം ആകുമ്പോൾ അവരെല്ലാം നോക്കി വളർത്തിയാണ്. ഇവർ രണ്ട് പിള്ളേരെ അവരെ നോക്കിയത്. ದಿಲ್ಲಿ ಮಗ ಏನು ತಗೊಳ್ತಾ ಇಲ್ಲ. ಇಲ್ಲ ಟೀ ಕುಡ್ದ ಅವಾಗ ತಗೊಂಡೆ ಅಂದ. ಅವಾಗ ಅವ್ರದ್ದು ಡೋಸ್ ಆಗೋಯ್ತು. ಸೆಕೆಂಡ್ ಡೋಸ್ ಏನಾದ್ರು ಇಬ್ಬರು ಬೆಂಗಳೂರೇ ಕೆಲಸ ಇಬ್ಬರು ಬೆಂಗಳೂರು, ಮೂರು ಬೆಂಗಳೂರು, ನಾ ಮೈಸೂರು. ಮಾತಾಡೋಣ. ಮೈಸೂರಲ್ಲಿ ಬರ್ತದೆ RB ಅಲ್ಲಿ ಒಳಗಡೆ ಬೇಟಗಳ್ಳಿಯಾ ಬೇಟಗಳ್ಳಿಯಾ ಸ್ವಲ್ಪ ಮೇಲೆ ಇದೆ. BM ಶ್ರೀನಗರ BM ಶ್ರೀನಗರ BMC ನಗರ ಆ ಕಡೆ ಆಯ್ತು. ಆ ಕಡೆ ಅದು ಸ್ವಲ್ಪ ಬಂದು ಲೆಫ್ಟ್ ಅಲ್ಲಿ ಇದು ಬಂದು ನೋಟ್ ಮುದ್ರ ನಗರ ಅಂತ ಇದೆ ಅಲ್ಲಿ. ನಮ್ಮ ಇದು JK ಟೈರ್ ಎಲ್ಲ ಹೋಗೋದು ಬೇಡ, ವಿಕ್ರಾಂತ್ ಎಲ್ಲ ಹೋಗೋದು ಬೇಡ, ಇನ್ನು ಈಚೆಗೆ ಕುಂಬಾರ ಘಾಟಿ ನೆಕ್ಸ್ಟ್. ಕುಂಬಾರ ಘಾಟಿ ನೆಕ್ಸ್ಟ್. ಅವರೇ ಪರಿಚಯ ಬೇಕಾ? ಫ್ಯಾಮಿಲಿ ಫ್ರೆಂಡ್ പൂർണിമ എന്ന് പറഞ്ഞിട്ട് ഇവരെയൊക്കെ കെയർ ചെയ്ത ഇത് അമ്മ, ഇത് ഇളയമ്മ, അമ്മായി. നമ്മൾ തമ്മിൽ പരിചയമായി. ನನಗೆ ಪರಿಚಯ ಮಾಡ್ಕೊಟ್ಟಿಲ್ಲ. ಇನ್ನೊಂದು ರೌಂಡ್ ಬರ್ತೀನಿ. ಫಸ್ಟ್ ಪರಿಚಯ ಮಾಡಿದ್ರೆ ಮರ್ತೋಯ್ತವ್ರು. ಈಗ ಸೆಕೆಂಡ್ ರೌಂಡ್ ಹೇಳು. ಹುಡುಗನ ಬಗ್ಗೆ ಡಯಟ್ ಅಲ್ಲಿ ಇದ್ದಾನೆ. ಬಾಬನುಂಡು ಒಂದು ಹುಡುಗಿ പാസ് ഉണ്ട്. അല്ല ഇവരുണ്ടല്ലോ, മിലിറ്ററിക്കാരുണ്ടല്ലോ. നോ പ്രോബ്ലം.
ഇവിടുന്ന് അതെ, ചോദിക്കൂല. അതെ, അപ്പ നിങ്ങളൊന്നും ഇത് പേടിക്കണ്ട. മാത്രമേ ചോദിക്കുള്ളൂ. ഹാസൻ വന്ന് സ്റ്റേ ആയിട്ട് അവിടെ നിന്ന് ആ. പിന്നെ ചെറിയ കുട്ടിയൊക്കെ വീട്ടില് ആ? ചെറിയ കുട്ടിയൊക്കെ ചെറിയ കൊച്ചൊന്നും അല്ലല്ലോ. ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം. കൊപ്പകേട്ട് വന്നേ നോക്കുള്ളൂ. അവിടെ നിന്ന് അത് നിങ്ങൾ ചോദിക്കാം. ആന്റി എന്താ ചോദിക്കുന്നു? ഇവിടെ LNT ബാംഗ്ലൂർ. ഇതൊക്കെ? ആ? ഈ കുടി പറഞ്ഞോ? അങ്ങനെ വന്നിട്ട്. ಹೇಳಿ ಬಂದು ತಿನ್ನೋ ಬಂದಿದ್ದು ಅಷ್ಟೇ ಏನಿಲ್ಲ. Already spoken, huh? Any clarification you further ചോദിച്ചോ എന്തെങ്കിലും ചോദിച്ചു ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിച്ചോ. ಬ್ಲೂ ಶರ್ಟ್ ಪ್ಲಾನ್ ಅಂತ ಕೇಳ್ಬಿಡಿ. ಅಲ್ಲ ಮೆಸೇಜ್ ಮಾಡಿರ್ಬೋದು ಯಾವುದಕ್ಕೂ ఈవెనే మూత చట్నీ ఉంది కళ్యాణం ఫిక్స్ అయ్యి హాసన్ అక్టోబర్ 17 హాసన్ టౌన్ బస్ స్టాండ్ അക്ടോബർ 17 സൺഡേ ആണ്. ಹಾಸನ ಎಂಗೇಜ್ಮೆಂಟ್ ಶಿವಮೊಗ್ಗದ ಮ್ಯಾರೇಜ್ ഉണ്ട്. ഹാസൻ ബസ് സ്റ്റാൻഡിന്റെ ഫ്രണ്ടിലെ KDB സൈഡിൽ അവിടെയാണ് പെണ്ണിന്റെ വീടുള്ളത്. സ്വന്തം വീടൊക്കെയുണ്ട്. അവിടെ ബാംഗ്ലൂരിൽ പെൺ കമ്പനി ജോലിയാണ്. അക്ടോബർ 13 17 14 17 പൂജ കഴിഞ്ഞിട്ട് എൻഗേജ്മെന്റ് അത് കഴിഞ്ഞ് ಶಿವಮೊಗ್ಗയിൽ കല്യാണം. ಅದು ಅಲ್ಲ ನಮ್ಮ ಆಟಿಗೆ ಕೇಳ್ತಾರೆ. ಇವು ಹುಡುಗನ ದೊಡ್ಡವಂದೆಲ್ಲ ಹೇಳಾಯ್ತು, ಚಿಕ್ಕವಂದೇನು ಹೇಳೋದು ಅಂತ ಕೇಳ್ತೇವೆ. ಅದಕ್ಕೆ ಯಾರು ಆನ್ಸರ್ ಮಾಡ್ತಾರೆ? ಅಲ್ಲ ಈಗ ನೆಕ್ಸ್ಟ್ ಸ್ಟೆಪ್ ಅಂದ್ರೆ ಏನಂತ ಅನ್ಕೊಂಡಿದ್ದಾರೆ? ಈಗ ನೆಕ್ಸ್ಟ್ ಮ್ಯಾರೇಜ್ ಯಾವಾಗ ಏನು ಅಂತ ನಿಮ್ಗೆ ಏನು ಡಿಸೈಡ್ പ്ലാൻ? അല്ല അത് നിങ്ങളുടെ ടൈം എങ്ങനെയാ വെച്ചാൽ പറഞ്ഞാൽ അങ്ങനെയൊക്കെയല്ല. നിങ്ങൾക്ക് പോലും മംഗല കല്യാണം ഉണ്ടല്ലേ, അത് കഴിഞ്ഞിട്ട് അത് സമയം പറ. ടൈം ഇത് അക്ടോബർ ആയ ശേഷം പിന്നെ നവംബർ ഡിസംബർ ಮ್ಯಾರೇಜ್ ಇಲ್ಲ. ಜನವರಿ ನೆಕ್ಸ್ಟ್ ಜನವರಿ ಇಲ್ಲಣ್ಣ, ಜನವರಿ ಇಲ್ಲ, ಫೆಬ್ರವರಿ ಇಲ್ಲಣ್ಣ, ಏಪ್ರಿಲ್. ഏപ്രിൽ ഈസ്റ്റർ നോയമ്പ് ഉണ്ടാവും. അതെ. മാർച്ച് ഏപ്രിൽ ആവില്ല, മെയ് ആവും. മാർച്ചിൽ നോയമ്പ് സ്റ്റാർട്ട് ആവും. ആ അപ്പൊ അല്ലെങ്കിൽ ഫെബ്രുവരിലാണ്. ഫെബ്രുവരി 2 ആഴ്ച കഴിഞ്ഞാൽ പിന്നെ ആവൂല. എന്താ അപ്പൊ പിന്നെ നോമ്പ് തുടങ്ങും. ഫെബ്രുവരി 2 ആഴ്ച കഴിഞ്ഞ് തുടങ്ങും. ഇത് വെക്കാനാണ്. ഏപ്രിൽ 15 കഴിഞ്ഞിട്ടാവും. അപ്പൊ അപ്പോഴത്തേക്ക് നോമ്പ് തീർന്നു പോകും. ഈസ്റ്റർ കഴിഞ്ഞിട്ടോ ഈസ്റ്റർ കഴിഞ്ഞു. ഫസ്റ്റ് നിന്ന് ഏപ്രിൽ 15 വരെ നോമ്പാണ്. അത്രേ ഫെബ്രുവരി എൻഡിൽ ചെയ്യാം, ആ. ഇല്ലെങ്കിൽ